KLM 2233 പച്ച അംബാസിഡർ കാർ തിരിച്ചെത്തിയ സന്തോഷത്തിലാണ് പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിലുള്ളവർ. അവർക്ക് ഇത് വെറും ഒരു കാറല്ല, മുസ്ലിം ലീഗ് അധ്യക്ഷൻ എന്ന നിലയിലും കേരള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് എന്ന നിലയിലും പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഏറെക്കാലം ഉപയോഗിച്ച കാറാണിത്. പാണക്കാട് തറവാട്ടിൽ സ്വന്തമായി വാങ്ങിയ ആദ്യത്തെ കാർ തിരിച്ചെത്തിയപ്പോൾ ഒരു കുടുംബാംഗം തിരിച്ചെത്തിയ സന്തോഷത്തിലാണ് മുനവർ അലി ശിഹാബ് തങ്ങളും ബഷീർ അലി ശിഹാബ് തങ്ങളും. എൻ്റെ അതേ വയസ്സാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഏകദേശം 5 വർഷം അദ്ദേഹം ഉപയോഗിച്ച് പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള കോഴിച്ചന കുഞ്ഞുഹാജി അദ്ദേഹം അത് വാങ്ങുകയും അത് അപ്പോൾ തന്നെ എല്ലാ ദിവസവും ഇടയ്ക്കിടെ പണക്കൾ വരാറുണ്ട്. അപ്പോഴൊക്കെ ഇത് കൊടുക്കുമ്പോൾ എന്നോട് പറയണം എന്ന് പറഞ്ഞ് അതിന് അദ്ദേഹം വാങ്ങി. അദ്ദേഹം ഒരുപാട് കാലം ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ മക്കൾ ഉപയോഗിച്ചു. ഇവരുടെ മക്കൾ അദ്ദേഹത്തിൻ്റെ പെങ്ങളെ മകന് ബുറൈമയിലെ വ്യവസായ പ്രമുഖനായിട്ടുള്ള ഹനീഫ സാഹിബിന് അവർ കൊടുത്തു. അപ്പോൾ അദ്ദേഹമാണ് ഒരുപാട് കാലം അത് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇന്ന് ഈ വണ്ടി സ്വാഭാവികമായും ഞങ്ങൾ പിതാവ് ഉപയോഗിച്ച സ്ഥിതിക്ക് ഞങ്ങൾ മക്കൾ വളർന്നപ്പോൾ അത് ഉപയോഗിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ നിരന്തരമായി അവരോട് ചോദിച്ചിരുന്നു. പക്ഷെ അവർക്ക് വാപ്പ ഉപയോഗിച്ച വണ്ടിയാണ്, ആ ബർക്കത്ത് എപ്പോഴും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കാൻ അവർക്ക് മനസ്സിലായിരുന്നു. പക്ഷെ നിരന്തരമായി നമ്മൾ ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹക്ക് ഒക്കെ പോയി സംസാരിച്ചിരുന്നു. അടിസ്ഥാനത്തിൽ ഇന്ന് അദ്ദേഹം ഞങ്ങൾക്കത് കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ ഏത് വലിയ ഓർമ്മയെക്കാളും ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ സ്മാരകം വാപ്പ ഉപയോഗിച്ച കാറ്. അരുൺ അമൃതനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉപയോഗിച്ച കാർ, ആദ്യമായി വാങ്ങിയ കാറ്, ആ കുടുംബത്തിന് ആ കാറിനോട് വൈകാരികമായ ഒരു അടുപ്പമുണ്ട്. പക്ഷെ കൈമാറി ആ കാറ് പലരിലേക്കും എത്തി. പക്ഷെ ഇപ്പോൾ ആ കാറ് തറവാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് കാറ് തിരിച്ചെത്തി? ആ കഥ ഒന്ന് പറയൂ. സന്ധ്യ, നിരന്തരം അതിഥികൾ എത്തുന്ന തറവാടാണ് പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്. അവിടെ ഒരല്പം പഴയ അതിഥി എത്തിയ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അംബാസഡർ കാറാണ്. അത് ആദ്യം തവിട് നിറത്തിലുള്ള ഒരു കാറായിരുന്നു. പിന്നീട് അത് പച്ച പെയിൻ്റൊക്കെ അടിച്ചു. മുനവർ അലി തങ്ങളുടെയൊക്കെ ഒരു ബാല്യകാലം ഒക്കെ വളരെ മനോഹരമാക്കിയ ഒരു കാറാണെന്ന് തങ്ങൾ തന്നെ പറയുന്നുണ്ട്. ആ കാറ് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കൊടപ്പനയ്ക്കൽ തറവാട്ടിലേക്ക് തിരികെ എത്തിയ ഒരു കഥയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ വാഹനത്തിൻ്റെയൊക്കെ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഗൃഹാതുരത്വത്തിൻ്റെ കൂടെ ഒരു ഓർമ്മകൾ കൂടിയുണ്ട് ഈ ഒരു കഥ നമുക്ക് കേൾക്കുമ്പോൾ. പ്രത്യേകിച്ചും ചിലർക്കൊക്കെ അത്രമേൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. മുനവർ അത്രമേൽ ആ വാഹനവുമായുള്ള ഒരു അടുപ്പത്തിൻ്റെ കഥ പറഞ്ഞു. അങ്ങനെ ഈ വാഹനം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിറ്റുപോയപ്പോൾ തന്നെ ഇവർക്ക് അത് പിന്നീട് തിരിച്ചു പിടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പലപ്പോഴായി നടന്നില്ല. അങ്ങനെ ഈ വണ്ടിയോടുള്ള ഇവരുടെ അതിയായ ഭ്രമം കണ്ട് ഈ ഉടമസ്ഥർ തന്നെ തിരികെ ഏൽപ്പിച്ച ഒരു കഥ കൂടിയായി. ഇവിടെ സൗഹൃദത്തിൻ്റെ, ഗൃഹാതുരത്വത്തിൻ്റെ എല്ലാം ഒരു പാണക്കാട് തറവാട് നൽകുന്ന സന്ദേശമുണ്ട്. അതിലെ ഏടിലേക്ക് ഒരു കഥ കൂടി, നല്ല അംബാസഡർ, പച്ച കളർ അംബാസഡർ കാറിൻ്റെ കഥ കൂടിയായി വാഹനപ്രേമികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥയായി മാറി ഇത്. സന്ധ്യ.